മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ ഒരു മാസമായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന പല വിഷയങ്ങളെക്കുറിച്ചും ചോദ്യങ്ങളായിട്ടും വിമർശനങ്ങളായിട്ടും കമൻറ്റുകളായിട്ടും ചെറുതും വലുതുമായിട്ടുള്ള വരികൾ ഹിന്ദുക്കളുടേതും ക്രിസ്ത്യാനികളുടേതും മുസ്ലിങ്ങളുടേതും യുക്തിവാദികളുടേതും ഒക്കെ വരാറുണ്ട്. അതിന് അപ്പം മറുപടി കൊടുക്കുന്നതിന് പകരം ഒരു മാസത്തെ ഈ കമൻറ്റുകൾ ചോദ്യങ്ങൾ എഴുതി വെച്ച് ചിലതിന് അർത്ഥവത്തായിട്ടുള്ള മറുപടി, ചിലതിന് തെറിക്കുത്തരം മുറിപ്പത്തൽ തിരിച്ചടിക്കാൻ അങ്ങനെയുള്ള കമൻറ്റുകളും ആവശ്യമാണെന്ന് തോന്നിയതുകൊണ്ട് കുറേ കമൻറ്റുകൾക്ക് മറുപടിയാണത്. ഗോപാലകൃഷ്ണൻ സാറ് അദ്ദേഹത്തിൻ്റെ മതം മാത്രം ശരിയെന്നും മറ്റ് മതങ്ങളെല്ലാം തല്ലിപ്പൊളിയാണെന്നും പറയുന്നത് ഒരു കാരണവശാൽ അംഗീകരിക്കാൻ സാധിക്കില്ല. നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ക്രിസ്തു മതത്തെക്കുറിച്ചോ ഇസ്ലാം മതത്തെക്കുറിച്ചോ ഹിന്ദു മതത്തെക്കുറിച്ചോ അല്ല ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. ആ മതം കൈകാര്യം ചെയ്യുന്നവരെ കുറിച്ചാണ്. ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചല്ല, ചർച്ച്യാനിറ്റിയെക്കുറിച്ചാണ്. യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ അള്ളാഹുവിനെ അല്ലെങ്കിൽ ഖുറാനെ അല്ലെങ്കിൽ ബൈബിളിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിട്ടോ അതിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ വികൃതമായിട്ട് അത് മതപരിവർത്തനത്തിനും മറ്റും ഉപയോഗിക്കുന്നതിനെതിരെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഒരാൾ വിമർശനാത്മകമായിട്ട് പറഞ്ഞിരിക്കുന്നു, ഗോപാലകൃഷ്ണൻ സാറിൻ്റെ മുടിയൊക്കെ പോയല്ലോ, ഇതൊന്ന് നിർത്തിക്കൂടെ എന്ന്. ആരുടെയോ മുടി ഉപയോഗിച്ച് വെള്ളത്തിൽ മുക്കി ആ വെള്ളം വിറ്റ് 50 രൂപ ഉണ്ടാക്കിയ കുറേ മുസ്ലിം നേതാക്കന്മാരുണ്ട്. അവർക്കല്ല ഗോപാലകൃഷ്ണൻ്റെ മുടി കൊടുത്തത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഗോപാലകൃഷ്ണൻ പറയുന്നത് തനി മണ്ടത്തരമാണ്. ജനിച്ചു വളർന്നപ്പോൾ മണ്ടനായിട്ട് വളർന്ന ഒരാൾക്ക് നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെ തോന്നിയത് എൻ്റെ കുഴപ്പമല്ല, അടുത്ത ജന്മമെങ്കിലും നല്ല രീതിയിൽ ലഭിക്കണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അച്ഛനും അമ്മയോടും പറയുക, അടുത്ത ജന്മമെങ്കിലും മണ്ടനായിട്ട് ജനിപ്പിക്കാതിരിക്കാൻ ഒരു അനുഗ്രഹം തരണമേ എന്ന്. നല്ലതും ധന്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മണ്ടത്തരമാണെന്ന് തോന്നണമെങ്കിൽ കുഴപ്പം തോന്നിയ ആൾക്കാണ്, അത് പറഞ്ഞ ആൾക്കല്ല. ഇത്രയും പുസ്തകം ഹിന്ദുക്കൾക്ക് എന്തിനാണ്? ഒരു ജന്മത്തിൽ ഇത് പഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എഴുതിയതുകൊണ്ട് എന്താ പ്രയോജനം? ഒരു ജന്മത്തിൽ ഒരാൾ തന്നെ ഇത്രയും പുസ്തകം പഠിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഓരോരുത്തർക്ക് അവനവൻ ഇഷ്ടമുള്ള പുസ്തകം വായിക്കാൻ അനവധി പുസ്തകങ്ങൾ വേണം. അവനവൻ ഇഷ്ടമുള്ള കാറ് തിരഞ്ഞെടുക്കാൻ അനവധി കമ്പനികൾ കാറുണ്ടാക്കണം. അവനവൻ ഇഷ്ടമുള്ള മൊബൈൽ ഫോൺ തിരഞ്ഞെടുക്കാൻ അനവധി കമ്പനികൾ മൊബൈൽ ഫോൺ ഉണ്ടാക്കണം. അവനവൻ ഇഷ്ടമുള്ള സ്കൂട്ടർ തിരഞ്ഞെടുക്കാൻ അവനവൻ ഇഷ്ടമുള്ള സ്കൂട്ടർ തിരഞ്ഞെടുക്കാൻ എന്നുള്ളതുപോലെ അനവധി കമ്പനികൾ, അനവധി വിഭവങ്ങൾ, അനവധി കവിതകൾ, അനവധി സിനിമകൾ, അനവധി തരത്തിലുള്ള ഡ്രസ്സുകൾ ഉണ്ടെങ്കിലേ ഓരോ വ്യക്തിക്കും അവനവന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ലോകത്തിലെല്ലാം ഒന്നേ ഉള്ളുവെങ്കിൽ ഒരു കാറ്, ഒരു കമ്പനിയുടെ കാറ്, ഒരു കമ്പനിയുടെ മൊബൈൽ ഫോൺ, ഒരു കമ്പനി ഉണ്ടാക്കുന്ന ഹോട്ടൽ ഭക്ഷണ വിഭവങ്ങൾ, ഒരു നിറത്തിലുള്ള തുണി, അങ്ങനെ വരുമ്പോഴാണ് മനുഷ്യന് പ്രശ്നം ഉണ്ടാവുന്നത്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഈ കാക്കാമാർക്കില്ലാതെ പോയതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ഒരേ ഒരു ദൈവം യേശുക്രിസ്തുവാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല ഇമ്പോർട്ടൻ്റ്. അത് പറഞ്ഞ ദൈവത്തിൻ്റെ മക്കള് എത്ര എണ്ണത്തിനെയാ കൊന്നേക്കണത്. യേശുക്രിസ്തു ജനിച്ചതിന് ശേഷം ഈ 2000 വർഷമായിട്ട് ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ഉൾപ്പെടെ എല്ലാ യുദ്ധങ്ങളും 90% ക്രിസ്ത്യാനികൾ തമ്മിലുള്ള യുദ്ധങ്ങളാണ്. കൊല്ലലും ചാവലും മാത്രമാണ് അവരുടെ പ്രധാന ലക്ഷ്യം. ജൂതന്മാരെ ക്രിസ്ത്യാനികൾ കൊന്നൊടുക്കിയതിന് ഒരു കണക്കില്ല. യേശുക്രിസ്തുവിനെ ഉറ്റിക്കൊടുത്തു എന്ന് പറഞ്ഞു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? അനുയായികൾ മുഴുവനും വിപരീതമാണ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് യേശുവിലേക്ക് വന്നു നോക്കൂ, അപ്പോൾ മനസ്സിലാക്കാം. യേശുവിലേക്ക് വന്നവരെ ഒന്ന് നോക്കൂ, അപ്പം കാണാം ഇത്രയും ക്രൂരവും ചതിയും വഞ്ചനയും നടത്തുന്ന ഒരു വിഭാഗം ലോകത്തിൽ വേറെ ഇല്ല എന്ന്. അടുത്ത വാലന്റൈൻ ഡേ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് അതിന് എതിരെ പ്രവർത്തിക്കുന്നത്.
യഥാർത്ഥത്തിൽ വാലന്റൈൻസ് ഡേയെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് എല്ലാ വാലന്റൈൻസ് ഡേയിലും പറയാറുണ്ട്. ഒരു പിമ്പ്, ശരിക്ക് പട്ടാളക്കാർക്കും രാജാക്കന്മാർക്കും എല്ലാം സ്ത്രീകളെ ഒറ്റിക്കൊടുത്ത ഒരു വ്യക്തി ആ സ്ത്രീകളെ ഒറ്റിക്കൊടുക്കുന്നത് സ്നേഹവും പ്രേമവുമാണെന്ന് ധരിച്ച് പോപ്പ് അയാളെ രാജാവ് കൊന്ന ദിവസം വാലന്റൈൻ ഡേ ആയിട്ട് ബാക്കിയുള്ളവർ ആരാധിക്കാൻ തുടങ്ങിയതാണ്. ശരിക്കും അയാൾ ഒരു ഒറ്റിക്കൊടുക്കുന്ന, വേശ്യകളെ ഒറ്റിക്കൊടുക്കുന്ന ഒരാളായിരുന്നു വാലന്റൈൻ എന്ന് പറയുന്നത്. കുരിശിൽ കിടന്നാണ് ദൈവിക വചനങ്ങൾ യേശുക്രിസ്തുവിൽ ഉണ്ടായത്. അതുകൊണ്ടാണ് കുരിശ് ആരാധിക്കുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ യേശുക്രിസ്തുവിന്റെ കഴുത്ത് പിടിച്ചൊന്ന് ഞെക്കിയിരുന്നെങ്കിൽ, അമർത്തിയിരുന്നെങ്കിൽ കുറെ കൂടി ദൈവവചനങ്ങൾ വരുമായിരുന്നു. കുറെ കൂടി നമുക്ക് ബൈബിളിന്റെ വണ്ണവും നീളവും വീതിയും ഒക്കെ വർദ്ധിപ്പിക്കാമായിരുന്നു. അടുത്തത് ഖുർആൻ വായിച്ചു നോക്കൂ. അപ്പം നിങ്ങൾക്ക് ശരിക്ക് എന്താണ് അതിലുള്ളതെന്ന് മനസ്സിലാക്കാം. ഖുർആൻ വായിച്ച് പഠിച്ച് 5 നേരം നിസ്കരിച്ചവര് ലോകം മുഴുവനും കാട്ടിക്കൂട്ടുന്ന തീവ്രവാദത്തെക്കാൾ വലിയ മഹത്വം ഖുർആൻ വായിച്ചിട്ട് എന്ത് കിട്ടാനാ? അത് വായിച്ച് പഠിച്ച് ജീവിക്കുന്നവര് കാണിച്ചു കൂട്ടുന്ന ഈ കൊലയും കൊള്ളിവെപ്പും ക്രൂരതയും അതുപോലെ കൊലപാതകവും കള്ളനോട്ടും കള്ളക്കടത്തും ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയ ഖുർആന്റെ മഹത്വം മനസ്സിലാവില്ല. ഇനി ഖുർആൻ തന്നെ വായിച്ചു നോക്കണം. അടുത്ത, ഖുർആൻ ആരെയും കൊല്ലാൻ പഠിപ്പിക്കുന്നില്ല. പക്ഷെ ഖുർആൻ വായിച്ചവരൊക്കെ കൊല്ലുന്നതിനെ ന്യായീകരിക്കുകയും കൊല്ലുന്നവന്റെ കൂട്ടത്തിലേക്ക് വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്യുകയും ലോകം മുഴുവനും തീവ്രവാദം നടത്തുകയും ചെയ്യുകയാണെങ്കിൽ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ല, അതിൽ പറഞ്ഞിരിക്കുന്നത് കേട്ട് ജീവിക്കുന്നവരാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഉദാഹരണത്തിന് സ്നേഹത്തിന്റെ മതമാണ് ക്രിസ്തു മതം. എങ്കിൽ പിന്നെ എന്തിനാ സെയിന്റ് ഫ്രാൻസിസ് സേവിയർ 40,000 ഹിന്ദുക്കളെ മതം മാറാൻ വിസമ്മതിച്ചവരെ കൊന്നത്? മതം മാറാൻ വിസമ്മതിച്ചവരെയാണ് ഇത്രയും അധികം കൊലപാതകം നടത്തിയത്. സ്നേഹത്തിന്റെ മതമാണെങ്കിൽ അതങ്ങോട്ട് സ്നേഹിച്ച് നന്നാക്കിയാൽ പോരെ. സത്യാന്വേഷണമാണ് ക്രിസ്തുമതം എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. എന്നിട്ട് ഗലീലിയോയും ഓരോ ശാസ്ത്രജ്ഞന്മാരെയും ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞതിന് കയ്യും കാലും കെട്ടി കത്തുന്ന തീയിലിട്ട് കൊന്നത്. ശാസ്ത്രത്തിനെതിരെ നിന്ന ഒരു മതം ഉണ്ടെങ്കിൽ അത് ക്രിസ്തുമതം മാത്രമാണ്. ശാസ്ത്രജ്ഞന്മാരെ തീയിലിട്ടും കഴുത്തറുത്തും കൊന്നൊരു മതം, അത് എന്നും നേരിട്ട് ഇംഗ്ലണ്ടിൽ ചെന്ന് ശാസ്ത്രജ്ഞന്മാരെ തീയിലിട്ട് കൊന്ന തീക്കുണ്ടം കാണാൻ സാധിച്ചു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെയധികം സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അന്ന് ഉപയോഗിച്ചിരുന്ന ഓരോ ക്രൂരമായതും ഇൻക്വിസിഷൻ നടത്താനൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഇന്നും വെച്ചിട്ടുണ്ട്. ശാസ്ത്രജ്ഞന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഓരോന്നും. അന്ധവിശ്വാസമില്ലാത്ത മതമാണ് ക്രിസ്തുമതം. എന്നിട്ട് എന്തുകൊണ്ടാണ് വികസിത രാഷ്ട്രങ്ങളിലെ ജനങ്ങളത് 100% ഉപേക്ഷിച്ചത്? ആ 100% ഉപേക്ഷിക്കാൻ കാരണം അതിൽ അന്ധവിശ്വാസം മാത്രമേ ഉള്ളൂ. ദൈവം കന്യാമറിയത്തിൽ ഗർഭം ഉണ്ടാക്കിയെന്നും ആ ഗർഭത്തിലുണ്ടായ കുട്ടി അതിൽ നിന്ന് വേറൊരു പെണ്ണിനെ ഉണ്ടാക്കിയെന്നും അവർക്ക് കുട്ടി ഉണ്ടായപ്പോൾ വേറൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു എന്നും ആ ദൈവത്തിന്റെ നിർദ്ദേശം അനുസരിക്കാത്തതിന് ദൈവം തന്നെ വേറൊരു സ്ത്രീയിൽ ഒരു കുട്ടിയെ ഉണ്ടാക്കിയിട്ട് അതിനെ തൂക്കിക്കൊന്നു എന്നും ഇങ്ങനെയൊക്കെ ഉള്ളത് അടിത്തറപരമായിട്ട് തന്നെ 7 ദിവസം കൊണ്ട് ഭൂമിയെയും വായുവിനെയും വെള്ളത്തെയും ഉണ്ടാക്കി എന്നത് തന്നെ ഉൽപ്പത്തി മുതൽക്ക് അസത്യവും അസംബന്ധവും മാത്രമുള്ള അന്ധവിശ്വാസം നിറഞ്ഞൊരു പുസ്തകമാണത്. ക്രിസ്തുമതം സ്വീകരിച്ചവരെല്ലാം വികസനത്തിന്റെ വഴിയിലൂടെയാണ് പോയത്. ക്രിസ്തുമതം സ്വീകരിച്ചോ സ്വീകരിക്കാതെയോ വികസിച്ച രാഷ്ട്രങ്ങളിൽ നിന്ന് മുഴുവനും ബൈബിളും ക്രിസ്തുമതവും തൂത്തെറിയപ്പെട്ടു എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അമേരിക്കയിലോ കാനഡയിലോ ഇംഗ്ലണ്ടിലോ യൂറോപ്പിലോ ഓസ്ട്രേലിയയിലോ പള്ളികൾ ഇപ്പോൾ വിൽക്കാൻ കാരണം അവിടേക്ക് പോവാൻ ആരുമില്ല. മദർ തെരേസയെ കുറിച്ച് കുറ്റം പറഞ്ഞത് ശരിയായില്ല. ഈ ഭാരതത്തിൽ ശങ്കരാചാര്യരുണ്ടെങ്കിൽ, ഭാരതത്തിൽ വിവേകാനന്ദനുണ്ടെങ്കിൽ, ഭാരതത്തിലെ മാതാ അമൃതാനന്ദമയ്യോ രവിശങ്കറോ സത്യസായി ബാബയോ ഈ നാടിനു വേണ്ടി ഒന്നും ചെയ്യാതെ മറ്റ് നാടിനു വേണ്ടി മാത്രമാണ് പ്രവർത്തിച്ചതെങ്കിൽ അത് എത്രത്തോളം നികൃഷ്ടവും നീചവുമാകുമായിരുന്നുവോ, സ്വന്തം മാതൃഭൂമിയിലുള്ള തെറ്റുകളും കുറവുകളും പരിഹരിക്കാതെ ലോകത്ത് നന്നാക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ എന്ത് വിമർശനമാണോ വേണ്ടത് അത് തന്നെയാണ് മദർ തെരേസയ്ക്കും. അവർ ജനിച്ചത് അൽബേനിയയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഇത്രയും പാവപ്പെട്ടവരും വേദനിക്കുന്നവരും വിശക്കുന്നവരും രോഗികളും ഉള്ള ഒരു രാജ്യം, ആ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കാൻ കാരണം അവിടെ 100% ക്രിസ്ത്യാനികളാ. അവിടെ മതം മാറ്റാൻ ആരുമില്ല. ഇവിടെ വന്ന് ചെയ്യാൻ കാരണം ഈ നാടിനോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടല്ല, ഇവിടെ ചികിത്സിക്കുന്നവരെയും സുഖിപ്പിക്കുന്നവരെയൊക്കെ മതം മാറ്റാനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ പ്രവർത്തിച്ചതിനെയാണ്. നിങ്ങളൊന്ന് കൽക്കട്ട കാളി ക്ഷേത്രത്തിന് അടുത്തുള്ള സ്ഥലം നോക്കണം.
ആ അമ്പലത്തിലെ സ്ഥലം മുഴുവനും കയ്യേറി മദർ തെരേസ അവരുടെ അരമനയും അവരുടെ ആശ്രമവും ഒക്കെ ഉണ്ടാക്കി ഹിന്ദുക്കളെ കൺവെർട്ട് ചെയ്തിട്ട് കന്യാസ്ത്രീകളാക്കിയതിന് ഹിന്ദു വിമർശിക്കല്ലാണ്ട് പിന്നെ ആരാ വിമർശിക്കുക? ലോകത്തിന് വേണ്ടിയാണ് ഇസ്ലാം നിലനിൽക്കുന്നത്. സത്യമാണ്. ഈ ലോകം ഇന്ന് ഒരുമിച്ച് വന്നിരിക്കുന്നത് ഇസ്ലാമിന്റെ തീവ്രവാദം ഇല്ലാതെയാക്കാനാണ്. ഇസ്ലാം ഇല്ലായിരുന്നു എങ്കിൽ ലോക ജനത ഒരുമിച്ച് വരുമായിരുന്നില്ല. അപ്പോ ലോക ജനത ഒരുമിച്ച് വരാൻ കാരണം ഇസ്ലാമിന്റെ തീവ്രവാദമാണ്. അതുകൊണ്ട് ഇസ്ലാം ലോകത്തിന് ആവശ്യമാണ്, ജനങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ. അടുത്തത്, സെന്റ് ജോർജിനെ കുറിച്ച് എന്തിനാ വിമർശിക്കുന്നത്? ഇത് ഇംഗ്ലണ്ടിൽ നിന്ന് ഒരാൾ ചോദിച്ചതാണ്. സെന്റ് ജോർജിനെ കുറിച്ച് വിമർശിച്ചത് സെന്റ് ജോർജ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയോ? AD 3-ാം നൂറ്റാണ്ടില് ഒരു പട്ടാളക്കാരനായിരുന്ന അദ്ദേഹം രാജാവിന്റെ മകളെ ഡ്രാഗൺ എന്ന് പറയുന്ന ഏതോ ഒരു മൃഗം, പാമ്പോ എന്തോ ഒരെണ്ണം ആക്രമിച്ചപ്പോ ആ മൃഗത്തിൽ നിന്ന്, ആ ഉരകത്തിൽ നിന്ന്, റെപ്റ്റൈലിൽ നിന്ന് ഈ രാജാവിന്റെ മകളെ സെന്റ് ജോർജ് എന്ന പട്ടാളക്കാരൻ രക്ഷിച്ചു. വഴിയെ കൂടെ പോകുമ്പോഴത്തേക്കും കണ്ട് രക്ഷിച്ചതാണ്. അപ്പൊ രാജാവ് റെക്കമെൻഡ് ചെയ്തു പോപ്പിനോട് ഇയാളെ പുണ്യവാളനാക്കണം. AD 3-ാം നൂറ്റാണ്ടിലാണ്, ക്രിസ്തുമതം വികസിച്ചിട്ട് പോലും ഇല്ല. AD 273-ലാണ് കുരിശ് പോലും അംഗീകരിച്ചത്. അപ്പൊ പോപ്പ് പറഞ്ഞു ഇയാളെ ശിഷ്ടകാലം ക്രിസ്തുമതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ ആക്കാം. അയാൾ പിന്നെ പട്ടാളക്കാരനാണല്ലോ, ഈ മതം മാറാൻ വിസമ്മതിച്ചവരെ മതത്തിലേക്ക് കൊണ്ടുവരാൻ പട്ടാളക്കാരന് വേറെ വഴിയൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ കൊന്നും കൊലവിളിച്ചും കുറേ ജൂതന്മാരെയും ബാക്കിയുള്ളവരെയും മതപരിവർത്തനം നടത്തി സെന്റ് ജോർജ് മരിച്ചപ്പോൾ അയാളെ സെയിന്റാക്കി. ഈ രാജാവിന്റെ മകളെ സംരക്ഷിച്ചു, രക്ഷിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് ജോർജിനെ സെയിന്റാക്കിയത്, രാജാവിന്റെ റെക്കമെൻഡേഷൻ കൂടെ. ഇപ്പൊ ഇവിടെയും അതൊക്കെ തന്നെ നോക്കാം. ഒരു നെഹ്റുവിന്റെ കുടുംബത്തിൽ ജനിച്ചു എന്ന ഒരൊറ്റ കാരണത്തില് ഒരു മന്ദബുദ്ധിയെ പ്രധാനമന്ത്രിയാക്കാനായിട്ട് ശ്രമിക്കുന്നത് പോലെയാണ്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ലോകത്തിൽ നടക്കുന്ന മതത്തിന്റെ പേരിൽ. അല്ലാണ്ട് സെന്റ് ജോർജ് പുണ്യവാളനുമല്ല, അങ്ങേർക്ക് ദൈവത്തിന്റെ കാഴ്ചയും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. ഇതൊക്കെ രാജാവിന്റെ റെക്കമെൻഡേഷനിലൂടെ. ഇപ്പൊ മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രകാരം ഇവിടെ ചാവറയച്ചനെയും അൽഫോൺസാമ്മയെയും നീലകണ്ഠപിള്ളയെയും ഏവു പ്രേസ്യാമ്മയെയും ഒക്കെ പുണ്യവാളനും ഒക്കെ ആക്കാൻ കാരണം വിദേശത്ത് നിന്ന് വന്ന പുണ്യവാളന്മാരെ തിരസ്കരിക്കുന്ന ഒരു കാലം വന്നാല് ഈ വിദേശത്തുള്ള പോപ്പുമാരും വിദേശത്തുള്ള പുണ്യവാളന്മാരും ക്രിസ്ത്യാനികൾക്കുള്ളൂ. അത് ഭാവി ഭാരതീയർ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവിടെയുള്ള കുറെ എണ്ണങ്ങളെ പുണ്യവാളനാക്കിയാൽ പിന്നെ നമുക്ക് അങ്ങനെ ഒരു ചോദ്യം അഭിമുഖീകരിക്കേണ്ടി വരില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുത്തെ അൽഫോൺസാമ്മ 10-30 കൊല്ലം ഭ്രാന്തിയാണെന്ന് പറഞ്ഞ് വീട്ടിനകത്ത് പൂട്ടിയിരുന്ന സ്ത്രീയാണ് അൽഫോൺസാമ്മ. ചാവറയച്ചൻ എന്ന് പറഞ്ഞാൽ ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്തിട്ടില്ല, ഒരു വെറും പള്ളിയിലച്ഛനാ. നീലകണ്ഠപിള്ള പോർച്ചുഗീസുകാരും ഡച്ചുകാരും തമ്മിലുള്ള യുദ്ധത്തിൽ മരിച്ച ആളാണ്. യേശുക്രിസ്തുവുമായിട്ട് അങ്ങർക്ക് യാതൊരു ബന്ധമില്ല. ഏവു പ്രാസ്യാമ ആരാണെന്ന് അവരുടെ വീട്ടുകാർക്ക് പോലും അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ളതിനെയൊക്കെ പിടിച്ച് പുണ്യവാളനും ആക്കാൻ കാരണം മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം പ്രകാരമാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇനിയും ചോദിക്കണം. എനിക്ക് ഉത്തരം പറയാൻ പറ്റിയ ചോദ്യങ്ങളാണ്. അറിയാത്തത് ഞാൻ അറിഞ്ഞുകൂടാന്നും പറയാം. ശരിക്കും ഉത്തരം കൊടുക്കേണ്ടതിന് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കുകയും ചെയ്യാം, വക്രമായിട്ട് ചോദിച്ചതിന് വക്രമായിട്ട് ഉത്തരം കൊടുക്കുകയും ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് പ്രണാമം, നമസ്കാരം.